നമസ്കാരം. വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യ തലസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനാണ് ബിജെപിയുടെ നീക്കമെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയായ അതിഷി മർലേന. രാഷ്ട്രപതി ഭരണം നടപ്പാക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ജനങ്ങളുടെ വികാരത്തിന് എതിരായിട്ടാണ് എന്നുകൂടി അതിഷി പറയുന്നുണ്ട്. എന്നാൽ അതിഷിയുടെ ഈ വാദത്തെ പൊളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ദില്ലിയിലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ. തെറ്റായ കാര്യങ്ങളാണ് അതിഷി പറയുന്നതെന്നും ഓപ്പറേഷൻ താമര എന്ന ആം ആദ്മി പാർട്ടിയുടെ പഴയ പല്ലവി അത് ഇപ്പോൾ അവസാനിപ്പിച്ച് രാഷ്ട്രപതി ഭരണം എന്നുള്ള പുതിയ വാദം ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി അധ്യക്ഷനായ വീരേന്ദ്ര സച്ദേവ് പറയുന്നു. അങ്ങനെ ബിജെപിയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ വീണ്ടും രാഷ്ട്രപതി ഭരണത്തിന്റെ പേരിൽ കൊമ്പ് കോർക്കുന്ന കാഴ്ച തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അതിഷി തന്റെ വാദത്തിന് ബലം പകരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ ആരെയും ദില്ലിയിൽ നിയമിച്ചിട്ടില്ല. ഈ പദവികളൊക്കെയും ഒഴിഞ്ഞു കിടക്കുകയാണ്. മന്ത്രിമാർ വിളിക്കുന്ന യോഗങ്ങളിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നതും അവസാനിപ്പിച്ചിട്ടുണ്ട്. ദില്ലി സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഗവർണർ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിഷി പറയുന്നത്. എന്നാൽ രാഷ്ട്രപതി ഭരണം ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നുള്ള ഭയം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ പിടികൂടിയിരിക്കുകയാണ് എന്നാണ് സച്ദേവ് പറയുന്നത്. 60-ലധികം MLA-മാർ അവർക്കുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? സാങ്കല്പിക കഥകൾ മെനയുന്നതിൽ വളരെ സമർത്ഥയാണ് അതിഷി എന്നുകൂടി സച്ദേവ് പറഞ്ഞു വെക്കുന്നു. എന്തായാലും 60-ലധികം വരുന്ന MLA-മാർ അവരെ വിട്ടുപോകുമോ എന്നുള്ള ഒരു ഭയമാണ് അവർക്കുള്ളത്. അങ്ങനെയെങ്കിൽ അത് അവരുടെ ഭയം മാത്രമാണ്. അതിൽ BJP-ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി ദില്ലിയിലെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. അങ്ങനെ രാഷ്ട്രപതി ഭരണം എന്നുള്ള BJP-യുടെ മുറവിളി അത് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ ശരിക്കും ഭയപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം അതിഷിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കാം എന്നുള്ള ചില സൂചനകളാണ് അതിഷി നേരിട്ട് നൽകുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞു വെക്കുന്നു. എന്തായാലും രാഷ്ട്രപതി ഭരണത്തിന്റെ സാധ്യതകൾ ദില്ലിയിൽ അവസാനിക്കുന്നില്ല എന്ന് തന്നെ വേണം BJP-യുടെയും ആം ആദ്മി പാർട്ടിയുടെയും പുതിയ വാദങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.